കനത്ത ചൂട് സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. കനത്ത ചൂടിനിടെ സംസ്ഥാനത്ത് ഇന്നും വ്യാപകമായി വേനൽ മഴ കിട്ടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ശനിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഗോപാൽ ശീല സനിൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, ആശ്വാസകരമായ വാർത്തയാണ്. കാരണം ചൂട് ഇപ്പോഴും കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയത്ത് ഒരു വേനൽ മഴ പ്രതീക്ഷിച്ചിരിക്കുകയാണ് മലയാളികൾ ഒന്നാകെ. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ, എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ? തീർച്ചയായിട്ടും ചൂട് വല്ലാതെ മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ അവസ്ഥകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായിരുന്നു. ജനങ്ങൾ തന്നെ നേരിട്ട് നമ്മോട് പങ്കുവെക്കുന്നത് കണ്ടതുമാണ്. ആ ഘട്ടത്തിലാണ് ആശ്വാസം എന്നോണം സംസ്ഥാനത്ത് വേനൽ മഴ എത്തുന്നത്. ഇന്നലെയും മിനിയാന്നും വിവിധ ജില്ലകളിൽ വൈകുന്നേരത്തോടു കൂടി വേനൽ മഴ പെയ്തിരുന്നു. വരുന്ന ദിവസങ്ങളിലും, അതായത് മെയ് 2-ാം തീയതി വരെയും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന സൂചനയാണ്, അല്ലെങ്കിൽ അറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് 4 ജില്ലകളിലാണ് ഇതിന്റെ ഭാഗമായി യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. ഇന്ന് 3 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. നാളെ പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് തന്നെ നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, വയനാട് എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. അത്തരത്തിൽ 3 ദിവസങ്ങളിൽ, അതായത് മെയ് 2-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലേക്കുള്ള മുന്നറിയിപ്പാണ് ഈ നൽകിയിരിക്കുന്നത്. ഈ ശക്തമായ മഴ കൂടാതെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട് എന്ന അറിയിപ്പ് കൂടി പറയുന്നുണ്ട്. ഏതാണ്ട് 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴയ്ക്കുള്ള സാധ്യതയും ഈ ദിവസങ്ങളിൽ പ്രവചിക്കുന്നുണ്ട്. ഈ മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനോടൊപ്പം അപകടകാരികളാണ് ഇടിമിന്നലും ശക്തമായ കാറ്റും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം എന്ന അറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരപ്രദേശ മേഖലകളിലാണ് പ്രധാനമായിട്ടും ശക്തമായ കാറ്റ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ തീരമേഖലകളിൽ താമസിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട ഒരു ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിലായി ഇടിമിന്നലേറ്റുള്ള മരണങ്ങൾ നമ്മൾ കണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് ഇടിമിന്നലേറ്റ് പരിക്ക് പറ്റുന്ന സാഹചര്യവും ഉണ്ടായി. അതുകൊണ്ട് തുറസായ സ്ഥലങ്ങളിലോ ഉയർന്ന സ്ഥലങ്ങളിലോ പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള അറിയിപ്പുകൾ കൂടി പൊതുജനങ്ങൾ ഈ ദിവസങ്ങളിൽ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും അടക്കം മുന്നോട്ട് വെക്കുന്നത്. ശരി, മെയ് 2-ാം തീയതി വരെയാണ് മഴ. ഈ കനത്ത ചൂടിന് ആശ്വാസമായി വേനൽ മഴ ലഭിക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നത്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. ഒപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഗോപാൽ ശീല സനിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.